കില്ലാടില്ല എഗെയിൻ നമ്മുടെ ഞാനൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ ഇടല്ല വേറെ ഒന്നുമല്ല ഇടല്ല നമ്മുടെ ടോപ്പിക്ക് രേണുസ്തുതി അതായത് രേഷ്മ തങ്കച്ചെങ്കിലുള്ള അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബട്ട് എന്താ സംബന്ധിച്ച് കിച്ചുവാണികളുള്ള ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കിച്ചുവാണ് ഈ വീഡിയോ പരാമർശിക്കുന്നത് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായില്ലല്ലോ. എന്താ സംഭവം രാത്രി ആയിട്ടാണ് കണ്ടത്. പ്രീമിയർ ആണ് ഇട പ്രീമിയം സെക്ഷനിലാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത്. ലൈവ് ആയിരുന്നു, മനസ്സിലായില്ലേ? ഇത് കിച്ചുവിന്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് വന്നിട്ടുണ്ടായത്. കിച്ചുവിന്റെ അമ്മ, കിച്ചു അനാഥനല്ല, കിച്ചു അമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല. പ്രീമിയം വീഡിയോ ആയിരുന്നില്ല. ഞാനപ്പോ നോക്കി, കുറച്ച് ലൈവ് ആയിരുന്നു സംഭവം. അപ്പൊ ഞാൻ ലൈവ് അവസാനമാണ് കണ്ടത്. എന്താടാ സംഭവം ഞാൻ നോക്കി. അപ്പൊ ഒരു കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പബ്ലിഷ് ചെയ്തില്ലേ. ആ പബ്ലിഷ് ചെയ്ത സമയത്തിന് അവർക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയില്ല. ഒരു മണിക്കൂറിലൊക്കെ ഏകദേശം 10,80,000 വ്യൂസ്, 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും 1.5 ലക്ഷം 2 ലക്ഷം വ്യൂസ് കിട്ടിയില്ലേ. അപ്പൊ സംഭവം മനസ്സിലായി. എന്താ വെച്ചാൽ അവരുടെ ചാനൽ ഞാൻ ചെക്ക് ഔട്ട് ചെയ്ത സമയത്ത് അവരെന്താ വെച്ചാൽ ഈ രേഷ്മ തങ്കച്ചൻ, രേണുസുതി ഇവരുടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ അതാണ് അവർക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അവർ അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചു സംഭവം ട്രെൻഡിങ് ആണല്ലോ, അവർ കാശ് നേടുന്നുണ്ട്, അപ്പൊ അത് പോട്ടെ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. ഞാൻ കയറി കണ്ടു. 28 മിനിറ്റ് അങ്ങനെ ഒരു സംതിങ് ഉള്ള വീഡിയോ ആണ് ഇല്ലല്ലോ. അപ്പൊ ഞാൻ കയറി കണ്ടു എന്താണ് സംഭവം, എന്താണ് നോക്കാലോ കൊണ്ട് കണ്ടു. അപ്പൊ അതിൽ ഇല്ലാത്ത ഒരു വീഡിയോ വന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ദു ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ചേച്ചിയാണ് ഇല്ലത്. ആ ചേച്ചി പറയുന്നത് കിച്ചു അനാഥനല്ല, എന്റെ മകനാണ്. അതായത് ആ കിച്ചുവിനെ ഒരു വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ നോക്കിയ വ്യക്തി ഞാനാണ്. അപ്പൊ അത് കാരണം ഈ രേഷ്മ, അതായത് രേണുസുതി, ശാലിനി, നന്ദിനി അങ്ങനെ എന്തൊക്കെ സുധിച്ചേട്ടന്റെ 3 വൈഫ് അങ്ങനെ എന്തോ സംതിങ് ഉണ്ട് ഇല്ലടല്ലേ. ശാലിനി എന്നാണ് ഫസ്റ്റത്തെ വൈഫിന്റെ പേര്, പിന്നെ നന്ദിനി, പിന്നെയാണ് രേണുസുതി, അങ്ങനെ എന്തോ സംതിങ് ഇല്ലടല്ലേ. അങ്ങനെ എന്തോ ആണ്, അങ്ങനെ ഉണ്ട് ഇല്ലടല്ലേ. സംഭവം ഈ ചേച്ചി പറയുന്നുണ്ട് അതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ അതൊന്നും എടുത്തില്ല. അത് കിച്ചുവിന്റെ സംഭവം മാത്രം, എന്താ വെച്ചാൽ കിച്ചുവിനെ നോക്കാൻ ഏൽപ്പിച്ചതും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ മരിച്ചുപോയ സുധിച്ചേട്ടന്റെ പേരിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പാവം മനുഷ്യൻ മരിച്ചിട്ട് ഒരു സമാധാനം കിട്ടില്ല പറഞ്ഞാൽ അത് കിലട സോഷ്യൽ മീഡിയ വഴിയാണ് പുള്ളിക്കാരൻ സമാധാനം കിട്ടാത്തത്. ഇതിനെല്ലാം കാരണക്കാരൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കിലട രേഷ്മ തങ്കച്ചൻ, അത് രേണുസുതി എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഏറെക്കുറെ നമ്മളും താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് അത് ആ ചേച്ചി തന്നെയല്ലേ കാരണം. ശരി, സുധിച്ചേട്ടൻ നോർമലി അഭിനയം അങ്ങനെ കൊണ്ടുപോയ വ്യക്തിയായിരുന്നു. അതേപോലെ രേഷ്മ ചേച്ചിയും, അതായത് നമ്മുടെ രേണുസുതിയും അഭിനയത്തിലോട്ട് വന്നില്ല. പക്ഷെ എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അഭിനയം. എന്താ വെച്ചാൽ ആ ഷോർട്ട് ഫിലിമും ആൽബവും കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഒരു കൂറം പരിപാടി പോലെയൊക്കെ ആയി. അതുകൊണ്ടാണ്. പക്ഷെ ആ ചേച്ചി ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, അതങ്ങനെ പോട്ടെ കിടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്ദു ട്രിവാൻഡ്രം ആ ചേച്ചിയുടെ കാര്യമാണ്. ആ ചേച്ചി വന്ന് പറയുന്നുണ്ട്, കരഞ്ഞൊക്കെ പറയുന്നുണ്ട്, നീ അനാഥനല്ല കിച്ചു, നീ എന്റെ മകനാണ്, ഞാനാണ് നിന്നെ നോക്കി വളർത്തിയത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശാലിനി പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ നിന്നെ, പക്ഷെ ഞാനാണ് നോക്കി വളർത്തുന്നത്. പണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിലുള്ള 28 മിനിറ്റ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ അത്രയൊന്നും വെക്കില്ല, ഞാൻ കുറച്ച് സംഭവം വെക്കാട്ടെ. കുറച്ച് സംഭവം ഏകദേശം എന്താ സംഭവിച്ചിട്ടുള്ള ഞാൻ ഈ വീഡിയോ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഓൺലൈൻ മലയാളം സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ചാനൽ വന്നതാണ്. അവർ ഈ വീഡിയോ മുക്കിയില്ലടല്ലേ. ഇന്നലെ ഒറ്റ വീഡിയോ ആയിരുന്നു സംഭവം. ഇന്ന് നോക്കുന്ന സമയത്ത് അവർ ആ മുക്കി. എന്താ സംഭവിച്ച കമന്റ് മൊത്തം നെഗറ്റീവ് ആയിരുന്നു. അതിൽ കമന്റ് മൊത്തം നെഗറ്റീവ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ തറ പുതിയ അവതാരം, ഇതാരാണ് സംഭവം, അങ്ങനെ കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എനിക്കും തോന്നിയില്ല ചെസ് നമ്പർ 4 ഓൺ സ്റ്റേജ് ആണ് തോന്നുന്നു എന്ന് എനിക്കും തോന്നി. എന്താ വെച്ചാൽ സുധിച്ചേട്ടന്റെ പേരിൽ എത്ര പേരെ കേരളം വരുന്നത് ചോദിക്കട്ടെ. സുധിച്ചേട്ടന്റെ പേരിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനിയിപ്പോ ഇൻഷുറൻസ് തുക കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ സുധിച്ചേട്ടൻ ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ്, അതുകൊണ്ടാണോ എനിക്കറിയില്ല. എന്തോ കേരള സുധിച്ചേട്ടന്റെ പേരിൽ ഇപ്പൊ പ്രശ്നങ്ങൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ദു ചേച്ചിയുടെ ഒരു വീഡിയോ കാണാം. ചെസ് നമ്പർ 4 ഓൺ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഞാൻ കുറച്ച് സെക്ഷൻസ് മാത്രം വെക്കാനുള്ളത്, ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് പ്ലേ ദ വീഡിയോ. മേടിച്ചോണ്ട് വരാൻ എനിക്ക് അങ്ങനെ അച്ഛൻ അത് കൊണ്ടുവരണേ, ഇത് കൊണ്ടുവരണേ എന്നൊക്കെ പറയും. പക്ഷേ സത്യം ഞാൻ പറയാം, സുചേട്ടൻ എനിക്ക് സ്വന്തം ഒരു കൂടപ്പിറപ്പാണ്. ചിലപ്പോൾ സുചേട്ടൻ്റെ അമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ അമ്മ സുചേട്ടനെ പ്രസവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ നല്ലൊരു കൂടപ്പിറപ്പ് ബന്ധം. കാരണം ആ കുഞ്ഞിനെ നോക്കിയോണ്ടല്ലോ, അങ്ങനെയാണ് എന്നെ പുള്ളി ഏറ്റെടുത്തത്. പുള്ളി ഒരു രാവിലെ എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ രാവിലെ ചെല്ലുക കുഞ്ഞിനെ നോക്കുക, പുള്ളി തന്നെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ ആക്കി വെക്കും. എനിക്ക് കഴിക്കുക എന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. ചെല്ലുമ്പോൾ തന്നെ ചായയിൽ ഞാൻ പറയും സുചേട്ടൻ ചേട്ടൻ കുടിക്കും, ഇല്ല മോൻ കുടിക്കും. കാരണം ഇന്ന് വരെയും ഈ മരണം വരെ എൻ്റെ പേര് പുള്ളി വിളിച്ചിട്ടില്ല. എൻ്റെ പേര് പുള്ളി വിളിച്ചിട്ടില്ല, സത്യം ഞാൻ പറയും, വിളിച്ചിട്ടില്ല. മോനെ മോനെ മോനെ, ആ കൊല്ലത്തൊക്കെ ഇങ്ങനെ എൻ്റെ മോനെ മക്കളെ ആ വിളി, അല്ലെ മോൻ കുടിക്കും എന്ന് പറയും. അങ്ങനെ എന്നെ നോക്കി ഒരു കൂടപ്പുറ പോലെ എൻ്റെ ബർത്ത്ഡേ വന്നപ്പോഴും എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ദിവസം ഇരുന്നുണ്ട് 3 വർഷം വരെ ഞാൻ അവനെ നോക്കി. ഒരു പ്രാവശ്യം അവന് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ അവന് അങ്ങ് കരയുമോ, അവന് അപ്പൊ അതാണ് കിഴക്കാട്ടല്ലോ. 3 വർഷം വരെ സുധിച്ചേട്ടന്റെ മോനെ, അതായത് കിച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ കൂടപ്പറപ്പ് ബന്ധമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ അങ്ങനെയാണ് ഇന്ദു എന്ന് പറയുന്ന ചേച്ചിയെ കണ്ടിരുന്നത്. സ്വാഭാവികമായിരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ഒരു മകനെ, നമ്മുടെ ഒരു പുത്രനെ, നമ്മുടെ ഒരു കുട്ടിയെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും അങ്ങനെ ആയിരിക്കുമല്ലോ കാണുക.
അപ്പൊ അതാണ് സംഭവം. ഇല്ല നന്നായി നോക്കിയിരുന്നു കിച്ചുവിനെ, എന്താ വെച്ചാൽ 3 വർഷത്തോളം ഇന്ദു എന്ന് പറയുന്ന ചേച്ചി നന്നായി നോക്കിയിരുന്നു. സംഭവം അങ്ങനെ ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ ഷൂട്ടിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ സുധിച്ചേട്ടൻ മാക്സിമം ഷൂട്ടിംഗ് സമയത്തൊക്കെ ആയിരിക്കാം. അപ്പൊ എന്താ വെച്ചാൽ പ്രസവിച്ചു, നമ്മുടെ ശാലിനി എന്ന് പറയുന്ന പുള്ളിക്കാരത്തി പ്രസവിച്ചു, ബട്ട് നോക്കിയിരുന്നില്ല. ആ ചേച്ചി പ്രസവം കഴിഞ്ഞതും കുറച്ചൊക്കെ കഴിഞ്ഞതും പോയി എന്നാ കേട്ടതില്ലടല്ല എന്നാണ് ഇന്ദു ചേച്ചി ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഇന്റർവ്യൂ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ദു എന്ന് പറയുന്ന ചേച്ചി ശാലിനി ചേച്ചിയെ പോയി കൺവിൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷെ അവർ അതിന് തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇനി എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ മോനെ നീ അനാഥനല്ല, നിനക്ക് അമ്മയുണ്ട്, ആ അമ്മയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ചേച്ചി പറയുന്നുണ്ട്. ആ ഒരു സെക്ഷൻ കൂടി ഞാൻ വെക്കാട്ടാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ശാലിനി അവന്റെ അമ്മയാണ്, 100% സത്യമാണ്. അല്ല വേറെ ആരുമല്ല അവന്റെ അമ്മ. ഈ ശിഖയല്ല, ഈ വീണയല്ല, ശാലിനി തന്നെയാണ് അവന്റെ അമ്മ. പക്ഷെ ശാലിനി അവനെ പ്രസവിച്ച കടമയുള്ളൂ. പക്ഷെ അവന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പ്രസവിച്ചെന്ന് കടമ ശാലിനിക്കുള്ളൂ. പക്ഷെ അവന്റെ അമ്മ മരിച്ചിട്ടില്ല. ഇത് ഞാൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു, നിന്റെ അമ്മ മരിച്ചിട്ടില്ല മോനെ, നിനക്ക് എന്തുണ്ടെങ്കിലും ഇനി നിനക്ക് എന്നോട് പറയാം, നീ ആരോടും ഇനി ഒന്നും പറയാൻ പോകണ്ട. പിന്നെ ഇപ്പൊ ഇത് കാണുന്നവര് ചോദിക്കും, നീ ഇത്രയും കാലം എവിടെ ഇരുന്നടി, ഇങ്ങനെ ഞാൻ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഇരുന്നടി, അല്ലെങ്കിൽ ഇത്രയും നാൾ എന്തോടി തിരക്കാത്തെ. അങ്ങനെയല്ല, ഞാൻ ആ കുഞ്ഞിനെ നോക്കി 3-4 വർഷം കഴിഞ്ഞപ്പോൾ സൂചേട്ടൻ തന്നെ പറഞ്ഞു, കുഞ്ഞെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവാ, കാരണം ഈ കുഞ്ഞ് വളർന്നു വരുന്നു, അവനെ പഠിപ്പിക്കണം. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാമിനോ എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒരു ചാനലോ വന്നാൽ പോകണം. അപ്പൊ എനിക്ക് അവനെ ഉള്ള കാലം ഇപ്പൊ ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതിൽ നീയും വളർന്നു വരുന്നു, നിനക്കും കല്യാണ പ്രായമായിരുന്നു അപ്പൊ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞ സുചേട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ സുചേട്ടൻ ആ സത്യം പറയൂ. അല്ലെ ചങ്ക് പറിച്ചു കൊണ്ടുപോകും. അറിയാലോ, ഒരു 4 വയസ്സ് വരെ നമ്മളൊരു കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം അല്ലെങ്കിൽ ഒരു ലാളന നമ്മളാരും പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ അവൻ അടക്കി വളർത്തി. അവൻ പോകുന്നതിൻ്റെ അന്ന് സാധനമൊക്കെ മാറ്റിയിട്ട് സുചേട്ടൻ പൊട്ടിക്കരയുമായിരുന്നു. പൊട്ടിക്കരഞ്ഞിട്ട് സുചേട്ടൻ പറഞ്ഞു, എടാ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി സുചേട്ടൻ പോയി വാ, സന്തോഷമായിട്ട് വന്നു പറഞ്ഞു. ഞാൻ അവരെ യാത്ര അയച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഞാൻ ചേച്ചിയോട് കാരണം ചേച്ചി പറഞ്ഞു, മോനെ പോട്ടെ, ആരും നമുക്ക് സ്വന്തമല്ല, നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വിട്ടു പോകുന്നില്ലേ, നമ്മൾ സഹിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയോ നമ്മൾ സഹിക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുന്നത്, തിരുവല്ലയിലോട്ട് വരുന്നത്. അപ്പോ കണ്ടില്ലേ, അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചു നീ അനാഥനല്ല, നിനക്ക് അമ്മയുണ്ട്, ശാലിനി പ്രസവിച്ചതേ ഉള്ളൂ, ബട്ട് നിനക്ക് അമ്മയുണ്ട്, ഞാൻ നോക്കി. എന്താ വെച്ചാൽ 3 വയസ്സ് വരെ കിച്ചുവിന്റെ, അതായത് 3 വയസ്സ് വരെ ഇടല്ല, 3 വർഷം 3 വയസ്സ് വരെ, ഏകദേശം 1 വയസ്സിന് ശേഷം 3 വർഷം നോക്കി പറയുമ്പോൾ 4 വയസ്സ് വരെ ഇടല്ല, 4 വയസ്സ് വരെ നോക്കിയിരുന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്ദു എന്ന് പറയുന്ന ചേച്ചി. അപ്പൊ അതാണ് സത്യം ഇല്ലല്ല. പക്ഷെ ഇവര് ഇത് എന്താ വെച്ചാൽ ചേച്ചി നോക്കിയെന്ന് പറയുന്നുണ്ടില്ലല്ല. പക്ഷെ ഇവർ എന്തുകൊണ്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് എപ്പോഴും അറിയില്ല. നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ടാണോ അറിയില്ല, അതൊന്നും ആയിക്കോട്ടെ ഇല്ലല്ല. അപ്പൊ ഇങ്ങനെ സംഭവം ഞാൻ പറഞ്ഞ സുധിച്ചേട്ടനെ കുറിച്ചുള്ള ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓരോരോ സംഭവങ്ങളെ വന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഇല്ലല്ലേ, എന്താ സംഭവം എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇന്ദു ചേച്ചിക്ക് പറയാനുള്ള ഇതാണ്, ഇന്ദു ചേച്ചിയാണ് നോക്കിയിരുന്ന കിച്ചു 4 വയസ്സ് വരെയൊക്കെ. അപ്പൊ ആ നോക്കുന്ന സമയത്ത് ഇന്ദു ചേച്ചി കല്യാണം കഴിഞ്ഞിരുന്നില്ല ഇല്ലല്ല. അപ്പൊ സുധിച്ചേട്ടൻ തന്നെ പറയാണ്, എന്താ വെച്ചാൽ നിനക്കൊരു ജീവിതം വേണം, എന്റെ കുഞ്ഞിനെ ഇനി നോക്കാനുള്ള ആൾ വേണം, അതായത് നിന്റെ ജീവിതം ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവാണെന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ പോവാണ്. എന്നിട്ട് കല്യാണം കഴിയുന്നുണ്ട്, ഇന്ദു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി കല്യാണം കഴിയുന്നുണ്ട്. എന്നിട്ട് സുധിച്ചേട്ടൻ വീട്ടിലൊക്കെ വന്ന് കാണുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ആ പുള്ളിക്കാരൻ എന്താ വെച്ചാൽ ഇന്ദു ചേച്ചിയുടെ ഭർത്താവിനോട് പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു കുട്ടിയെ കിട്ടിയിരിക്കുന്നത്, കുഞ്ഞുപോലെ നോക്കണം അളിയ, എന്റെ പെങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ പറയുന്നുണ്ട്. എന്നൊക്കെ ഇന്ദു ചേച്ചി പറഞ്ഞു ഇല്ലടല്ലേ, ഇന്നലത്തെ ഇന്റർവ്യൂല്, ആ ഇന്റർവ്യൂ തന്നെ ഉണ്ട്. അത് ലെങ്ത് കൂടിയോണ്ട് ഞാൻ വെക്കാത്താണ് ഇല്ലടല്ലേ. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. എന്താ വെച്ചാൽ പുതിയ അപ്ഡേറ്റുകളായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടേയിരിക്കും. ഈ പ്രശ്നം ഇല്ലാതെ തുടർന്നുകൊണ്ട് പ്രശ്നം തുടങ്ങിയിട്ട് കുറെ ആയില്ലടല്ലേ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി, സുധിച്ചേട്ടന്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറെ ആയി. പക്ഷെ ഇതിനൊരു എൻഡേ ഇല്ല, പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു, പുതിയ ആൾക്കാർ വരുന്നു, പറയുന്നുണ്ട്, ഓരോരോ സംഭവങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതുകൊണ്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണെങ്കിലല്ലേ. നാട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബട്ട് എന്തുകൊണ്ട് ഈ പ്രശ്നം മാത്രം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നൊന്നും അറിയില്ല. എന്തായാലും കയറി പൊയ്ക്കൊണ്ടിരിക്കുകയല്ല, ഇവരിപ്പോഴും ട്രെൻഡിങ് തന്നെയാണ്. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു. നമുക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമുക്ക് വിവരിക്കാം ഞാൻ. ഓക്കെ, അതേ പറയുന്നുള്ളൂ ഇടല്ല. ഇനിയിപ്പോ അടുത്തത് ആരും വരുന്ന പറയാൻ പറ്റില്ല. പുതുതായിട്ട് നമുക്ക് നോക്കാം ഇടല്ല. ആരൊക്കെ വന്നാലും നമ്മൾ ഇങ്ങ് എടുക്കും അവരെ. ഓക്കെ, അത്രേ ഉള്ളൂ. കൊത്തുകയില്ലടല്ല. അപ്പൊ ബൈ.